Hi friends, everyone Malayalam Explorerലോട്ട് സ്വാഗതം. അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ കിട്ടിയിട്ട് അപ്പോൾ എല്ലാവരോടും ആദ്യം തന്നെ അതിന് സോറി ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കറണ്ട് ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ ഫോൺ കുത്തിടാൻ ബുദ്ധിമുട്ടുന്നവരാണ് മലയാളികൾ. അപ്പം നമുക്ക് സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ച് ഒരു പവർ ചാർജർ, അതായത് സൂര്യൻ്റെ പ്രകാശം ഉപയോഗിച്ച് ഒരു ചാർജർ ഉണ്ടാക്കിയല്ലോ, ഉണ്ടാക്കാമല്ലേ? അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതിന് വേണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലൈവുഡ് പീസാണ്. സാധാരണ ഒരു ഫ്ലൈവുഡ് പീസ് മതി, ഒരു പ്രത്യേകിച്ച് അളവൊന്നുമില്ല, ഒരു ഫ്ലൈവുഡ് പീസ്. അതിനുശേഷം നമുക്കൊരു ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷൻ വയർ വേണം. പിന്നെ നമുക്കൊരു ചെറിയൊരു പൈപ്പിൻ്റെ പീസ് വേണം, ക്രോസായി കട്ട് ചെയ്ത്. പിന്നെ ഒരു 6 വോൾട്ടിൻ്റെ ഒരു സോളാർ പാനലും നമുക്കൊരു ചാർജർ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മൈക്രോ USB പിന്നെ നമുക്ക് ആവശ്യമാണ്. പിന്നെ നമുക്കൊരു 7805 റെഗുലേറ്റർ ICയും ആവശ്യമാണ്. അതിനുശേഷം നമുക്കൊരു ഡയോഡ് വേണം, 1N4007 എന്ന് പറഞ്ഞ ഡയോഡ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് കിടക്കാം. ഇതിൻ്റെ പോസിറ്റീവ് വരുന്ന ഭാഗത്ത് നമ്മുടെ ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗം സോൾട്ട് ചെയ്ത് വെക്കണം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഡയോഡിൻ്റെ വൈറ്റ് ലൈൻ വരാത്ത ഭാഗം കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്ത വശം നമുക്ക് നമ്മുടെ സോളാർ പാനലിൻ്റെ പോസിറ്റീവ് ഭാഗത്ത് ഫിക്സ് ചെയ്ത് വെക്കുക, സോൾട്ട് ചെയ്ത് ഫിക്സ് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ റെഡ് വയർ എടുത്ത് നമ്മുടെ ഡയോഡിൻ്റെ മറ്റേ വശത്ത് സോൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ നെഗറ്റീവ് ലീഡ് എടുത്ത് നേരെ സോളാർ പാനലിൻ്റെ നെഗറ്റീവിലും സോൾട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ പൈപ്പിൻ്റെ പീസ് എടുത്ത് നമ്മുടെ വയറിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ വയർ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഒരു ഗ്ലൂ, അതായത് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ സ്റ്റിക്ക് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സാധാരണ ഫ്ലെക്സി കുക്ക് അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്തുകൊണ്ട് നമ്മുടെ സോളാർ പാനൽ ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഫിക്സ് ചെയ്തതിന് ഏകദേശം ഈ ഒരു കോലത്തിലുണ്ടാവും. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ഫ്ലൈവുഡ് പീസിലേക്ക് ഇതങ്ങ് ഒട്ടിച്ച് വെക്കുക. നമ്മൾ ഫ്ലെക്സി കുക്കാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സാധാരണ ഗ്ലൂ സ്റ്റിക്കാണ് യൂസ് ചെയ്തൊന്ന് ഫിക്സ് ചെയ്ത് വെച്ചാൽ. അപ്പോൾ ഇത് ഒരു 5 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതൊന്ന് ഫിക്സായി നിൽക്കണം. അതിനുശേഷം നമ്മുടെ പോസിറ്റീവ് ലീഡ് നെഗറ്റീവ് ലീഡിൻ്റെയും നമുക്കൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം, വയറൊന്ന് സ്ട്രിപ്പ് ചെയ്തെടുക്കാം. നമ്മൾ വയറൊക്കെ സ്ട്രിപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് റെഗുലേറ്റർ IT 7805 റെഗുലേറ്റർ IC എടുക്കാം. ഫസ്റ്റ് പിന്നും ലാസ്റ്റ് പിന്നും ഷോർട്ട് വരാണ്ടിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് നിവർത്തി വെക്കുക. അതിനുശേഷം നമുക്ക് കുറച്ച് ലെഡ് എടുക്കാം. ലെഡ് എടുത്തതിന് ശേഷം നമ്മുടെ വരുന്ന, അതായത് നമ്മുടെ സോളാർ പാനലിൽ നിന്ന് വരുന്ന പോസിറ്റീവ് ലീഡ് എടുത്ത് നമ്മുടെ റെഗുലേറ്റർ ICൻ്റെ ഫസ്റ്റ് പിന്നിലും, അതുപോലെ തന്നെ നമുക്ക് സോളാർ പാനലിൽ നിന്ന് വരുന്ന നെഗറ്റീവ് ലീഡ് എടുത്ത് നമ്മുടെ റെഗുലേറ്റർ ICൻ്റെ സെൻറ്റർ ഭാഗത്തും കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇന്ന് ജസ്റ്റ് ഫിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മുടെ ചാർജർ എടുക്കുക. ചാർജറിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് അതിൻ്റെ മൈക്രോ USB സോക്കറ്റ് വരുന്ന, അതായത് മൈക്രോ USB സോക്കറ്റ് വരുന്ന ഭാഗത്ത് നിന്ന് ബ്ലാക്ക് വയർ എടുത്ത് നമ്മുടെ റെഗുലേറ്റർ ICൻ്റെ സെൻറ്റർ ഭാഗത്തും, അതുപോലെ തന്നെ പോസിറ്റീവ് എടുത്ത് നമ്മുടെ റെഗുലേറ്റർ ആയിട്ട് ലാസ്റ്റ് പിന്നിൽ കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോൾട്ടറിങ് ചെയ്യുന്ന പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി അടുത്തതിൻ്റെ ടെസ്റ്റിംഗ് ആണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ സാധനം ഈ കോലത്തിലുണ്ടാവും. സോളാർ പവർ ചാർജർ ഈ കോലത്തിലുണ്ടാവും. നല്ല അടിപൊളിയായിട്ടുണ്ടല്ലേ, കാണാനൊക്കെ അത്യാവശ്യം നല്ല ലുക്ക് ഉണ്ട്. നമുക്കിത് പ്രവർത്തിക്കാൻ നോക്കണം. അപ്പോൾ നമുക്കിനി നേരെ ടെസ്റ്റിങ്ങിലോട്ട് നടക്കാം. അപ്പോൾ ഞങ്ങൾ ഏകദേശം വെയിലുള്ളൊരു ഭാഗത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചാർജ് ആവും നമുക്ക് ഉറപ്പൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ ഫോണിൽ ചാർജൊന്നുമില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി നോക്കാം. അപ്പം കുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്താ റിസൾട്ട് എന്നറിയില്ല, കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ സാധനം ചാർജ് ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാവുന്നതാണ് അടിപൊളിയായിട്ട് ചാർജ്. നമ്മുടെ സാധാരണ ചാർജറിൽ നിന്ന് വരുന്ന അത്ര ഔട്ട് നമുക്ക് ഇന്ന് കിട്ടില്ല, പക്ഷേ എന്നാലും അത്യാവശ്യ രീതിയിലുള്ള ഔട്ടും അത്യാവശ്യ രീതിയിലുള്ള ബാക്കപ്പ് ഇതിൽ നിന്ന് കിട്ടുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ചാർജ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പ്രധാനമായിട്ട് ഇവിടെ 6 വോൾട്ടിന് റെഗുലേറ്റർ IC 5.5 വോൾട്ടായി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതായത് ഫോണിലെ ചാർജാക്കി കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോളാർ പാനലിൽ നിന്നാണ് നമ്മൾ 6 വോൾട്ട് എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടത് ബെല്ലൈക്കൺ ഓണാക്കി വെച്ചാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെടുന്ന ഡിസ്ലൈക്ക് അടിച്ചോ, ഒരു കുഴപ്പമില്ല. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.